മാർച്ച് കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങിയ നേതാക്കൾക്കും പ്രവർത്തകർക്കുമിടയിലെത്തി കുശലം പറഞ്ഞും കൈകൊടുക്കും ചാണ്ടി ഉമ്മൻ. ഞാൻ വിശ്വസിക്കുന്ന പൊളിറ്റിക്സിൽ എനിക്ക് ആരും ശത്രുവില്ല. ഇതിന്റെ പേരിൽ ഞാൻ പലതവണ വിമർശനം കേട്ടിട്ടുള്ള ആളാണ്. നിന്നെ സമ്മതിക്കണം. പെടലി ഉളുക്കാതെ ഇങ്ങനെയും പ്രതിഷേധിക്കാം വീണ ജോർജ്. ഇവൻ നമ്മൾ നാളെടുത്തോണ കേട്ടാ. ആരോഗ്യമന്ത്രിയുടെ ഉളുക്കിയ പെടലി വീണ്ടും പിടിച്ച് തിരിച്ച് ചാണ്ടി ഉമ്മൻ. അല്ലാതെ കട്ട ഹീറോയിസം കാണിക്കാൻ ചെന്നിട്ട് കഴുത്തും ഉളുക്കി നാടകം കളിച്ച് സ്വയം നാറുകയല്ല വേണ്ടത്. നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. അവര് BJP പെട്ട വ്യക്തികളായതുകൊണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്തിരിക്കൂ. ഞാൻ റെസ്പെക്ട് ചെയ്തു. സർക്കാരിനെ തെണ്ടി എന്റെ നാട്ടുകാരാ. ചാണ്ടി ഉമ്മന്റെ ഈ പണി കാരണം എയറിൽ വീണ്ടും കയറിയിരിക്കുകയാണ് വീണ ജോർജ്. ഞങ്ങളുടെ നാട്ടിലെ സംസ്കാരം എന്റെ പിതാവിനെ കാണിച്ചിട്ടുള്ളതല്ല. ഞാൻ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവരെയും തുല്യമായി കാണുന്ന സമീപനമായിരുന്നു അദ്ദേഹത്തിന്. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസിയർ എതിർ രാഷ്ട്രീയക്കാരെ പോലും കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഉമ്മൻചാണ്ടിയിൽ നിന്നും ചാണ്ടി ഉമ്മൻ പഠിച്ച് അത് പ്രാവർത്തികമാക്കിയതിന് തെളിവായിരുന്നു ഇന്നലത്തെ സമീപനം. കാര്യങ്ങൾ കേൾക്കാനുള്ള ബാധ്യത കൂടി എനിക്കുണ്ട്. അതല്ല, അവരെ കാണുമ്പോൾ തന്നെ എന്റെ കഴുത്തുളുക്കത്തില്ല. നീ എന്നെ നാറ്റിക്കരുത്. ഉമ്മൻചാണ്ടിയുടെ മകനോട് ഏറ്റുമുട്ടി തോൽക്കാൻ ഇനി ഒരു ബാല്യം തനിക്ക് ബാക്കിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കും എന്ന് വെല്ലുവിളിച്ച് നടന്ന ജയ്ക്ക് എന്ന ചതുരവടവുകാരനായ കമ്മ്യൂണിസ്റ്റുകാരൻ ഇക്കുറി മത്സര രംഗത്ത് നിന്ന് പിന്മാറിയിരുന്നത് നേരത്തെ വാർത്തകളിൽ വന്നിരുന്നു. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോടത്തോളം മതിയായി.